എല്ലാ ദിവസവും വീട്ടിൽ അങ്ങനെ സന്ദർശിക്കുന്ന ഒരു നേതാവ് ഒരു മിനിറ്റ് തങ്ങളെ ഏറെ കിട്ടിയാൽ അത്രയും സന്തോഷാണ്. നമ്മുടെ ഇണക്ക് നമ്മളോടുള്ള സഹവാസം സന്തോഷമാണോ, സ്നേഹമാണോ, അൽഹംദുലില്ലാഹ് റാഹത്താണോ? വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. പുരുഷന്മാരോട് അല്ലാഹുവിന്റെ കൽപ്പന ആണുങ്ങളോട് നല്ല നിലയിൽ അവരോട് കൂട്ടുജീവിതം നയിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചില്ലേ, മാ ഹഖ്ഖു സൗജത്തി അഹദിനാ അലൈഹി, നബിയേ ഞങ്ങളിൽ ഒരാൾക്ക് അയാളുടെ ഇണയോടുള്ള ബാധ്യത എന്താണ്? തങ്ങൾ പറഞ്ഞു, അൻതുത്ഇമഹാ ഇദാ തുഇംത, നീ ഭക്ഷിക്കുമ്പോൾ അവരെ നീ ഭക്ഷിപ്പിക്കണം. വതക്സുവഹാ ഇദക്തസൈത, നീ വസ്ത്രം പുതിയത് ധരിക്കുമ്പോൾ അവർക്കും വസ്ത്രം പുതിയത് വാങ്ങണം. നമ്മളെ കണക്കെങ്ങനെ? നമ്മൾ പറയും നിങ്ങൾക്ക് കുറെ പണിയും ശുഗലൊക്കെ ഉള്ള അവരോട് പറയും നിങ്ങൾക്ക് വർഷത്തില് 2 കൂട്ടം മതി. നിങ്ങൾക്കോ? എനിക്കൊന്നും പോലെ എനിക്ക് മാസം 2 പുതിയത് വാങ്ങണം അല്ലേ? അവർക്കും വാങ്ങണം. നമ്മളൊരു സ്വാർത്ഥ താല്പര്യക്കാരാകാൻ പാടില്ലല്ലോ. നിങ്ങൾ വസ്ത്രം പുതിയ ധരിക്കല്ലേ, അവർക്കും വാങ്ങിക്കൊടുക്കണം. നിങ്ങളെ ഭാര്യക്കും നിങ്ങളെ ഇണക്കും വാങ്ങിക്കൊടുക്കണം. അല്ലെ നിങ്ങളത് വാങ്ങണ്ട, അപ്പൊ കണക്കാവുമല്ലോ. അല്ല നിങ്ങൾക്ക് മാത്രം ഒന്ന്, ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കാൻ നിങ്ങളെ കൂടെ ആരുമില്ലേ? കൂടുള്ളവരെ മറന്നോ? എന്നിട്ട് തങ്ങൾ പറഞ്ഞു, വലാ തദ്രിബൽ വജ്ഹ, ആണുങ്ങൾ ശരിക്ക് കേൾക്കണം, വലാ തദ്രിബൽ വജ്ഹ, നീ നിന്റെ ഇണയുടെ മുഖത്തടിക്കരുത്. മുഖത്ത് നീ അടിക്കരുത്. ബാധ്യതയാ പറയുന്നത്, കടപ്പാടാണ്. സഹോദരങ്ങളെ, സ്വന്തം ഇണയുടെ മുഖത്തടിക്കുന്ന ഭർത്താവ്, മറ്റൊരു ഹദീസിൽ തങ്ങൾ പറഞ്ഞില്ലേ, നാണമില്ലേ പുരുഷ, പകലന്തിയോളം ചീത്ത പറഞ്ഞ് വേണ്ടുവോളം മുഖത്തൊക്കെ അടിച്ച് രാത്രിയാകുമ്പോ കയറി കിടന്നിട്ട് നിന്റെ ആവശ്യം നിർവഹിക്കാൻ നാണമില്ലയോ? ചീത്ത പറഞ്ഞിട്ട് അനാവശ്യം പറഞ്ഞിട്ട് അടിക്കേണ്ട രൂപത്തിൽ മുഖത്തൊക്കെ അടിച്ച് അങ്ങനെ നരകയാതന അനുഭവിപ്പിച്ചിട്ട് പിന്നെ നിനക്ക് നിന്റെ താല്പര്യങ്ങളൊക്കെ നിർവഹിക്കണമല്ലേ? എന്തൊരു മോശപ്പെട്ട സ്വഭാവമാണ്. വലാ തുഖബ്ബിഹ, മോശപ്പെട്ട ഒരു വർത്തമാനവും നീ സംസാരിക്കരുത്. ദുഷിച്ചൊരൊറ്റ വാക്കും നീ ഇണയോട് പറയരുത്. നഊദു ബില്ലാഹ്. സ്വന്തം ഇണയുടെ ബാപ്പക്ക് വിളിക്കുന്നവരില്ലേ? ബാപ്പ മരിച്ചു പോയിട്ട് വർഷം 10 എങ്ങനെ തോന്നുന്നു സഹോദരങ്ങളെ? ഉമ്മക്ക് വിളിക്കുന്നവരില്ലേ? ബാപ്പാന്റെ ബാപ്പക്ക് വിളിക്കുന്നവരില്ലേ? വല്യമ്മയെ വിളിക്കുന്നവരില്ലേ? എന്തെല്ലാമാണ് ചിലരുടെ വാക്കിലൂടെ വരുന്നത്. തങ്ങൾ പറയുന്നു, വലാ തുഖബ്ബിഹ, മോശപ്പെട്ട ഒരു വർത്തമാനം നിന്നിൽ നിന്ന് ഉണ്ടാകരുതേ. ഇതാണ് കൂട്ടുജീവിതത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞതാ. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ സൗന്ദര്യം അന്വേഷിച്ച് വന്നപ്പോ സ്വഹാബത്ത് ആയിഷ റളിയല്ലാഹുവിനോട് ചോദിച്ചു, തങ്ങള് നിങ്ങളുമായിട്ട് ഇണചേരുന്ന സമയത്ത് സല്ലപിക്കുന്ന നേരത്തുള്ള അവസ്ഥകളൊക്കെ എങ്ങനെ ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നല്ല മധുരമൂറുന്ന സംസാരം കൊണ്ടാണ് തങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം നടത്തിയിട്ട് സല്ലല്ലാഹു അറിയാന്നല്ല, മനസ്സിലാണ്ട നിങ്ങൾക്ക്? മനസ്സിണക്കത്തിന്റെ ഏറ്റവും നല്ല മധുമൂറുന്ന സംസാരം. ആദ്യ രാത്രിന്റെ കഥല്ല പറഞ്ഞത്, എല്ലാ രാത്രിയിലും നല്ല വർത്തമാനം പറയും തങ്ങള്. ഇണയുടെ താല്പര്യങ്ങളൊക്കെ തങ്ങൾ പരിരക്ഷിക്കും, സംരക്ഷിക്കും. ഞങ്ങളെ മനസ്സൊക്കെ തങ്ങൾ സംസാരിച്ചിട്ട് നല്ല റാഹത്തിലാക്കും. എന്തെങ്കിലും മനക്ലേശം ഞങ്ങൾക്കുണ്ട് എന്ന് തോന്നിയാൽ സംസാരത്തിലും തങ്ങളെ പ്രകൃതിയിലും സമീപത്തിലും അത് മുഴുവനും തേച്ചു മാച്ച് കളയുന്ന പെരുമാറ്റം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. ചില ആൾക്കാർ മിണ്ടനല്ല, മുറാദൊക്കെ എത്ര ഹാസിലായിട്ടുണ്ടാവും, പക്ഷെ മിണ്ടനല്ല. അവരെ മുറാദുകളൊക്കെ എത്ര ഹാസിലായിട്ടൊരു മുണ്ടനല്ല. എന്നാ നിങ്ങൾ നോക്ക്, അവർക്ക് സംസാരിക്കാൻ അറിയാത്തൊന്നുണ്ടല്ല. അവരവരെ മൊബൈലിലൂടെ അന്യ പെണ്ണുങ്ങളോട് ചാറ്റിംഗ് നടത്തിയെടുത്ത് ചിലപ്പോ മത്സരം നടത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്ഥാനം ഓൽക്കായിരിക്കും. ഹറാമായ ആരാന്റെ പെണ്ണുങ്ങളോട് ആരാന്റെ മക്കളോട്
ചാറ്റിംഗ് നടത്തിയിട്ട് കിന്നാരം പറയുന്നതെങ്ങാനും പുറത്തു വന്നാല് ഇങ്ങനൊക്കെ സംസാരിക്കാൻ ഇവന് കഴിയോന്ന് ആൾക്കാര് അത്ഭുതപ്പെട്ടു. അതും പച്ച ഹറാമ്. അതേ സമയത്ത് അള്ളാഹു ഹലാലാക്കി കൊടുത്ത ഇണയോട് ഒന്ന് മധുരമൂറുന്ന രീതിയിൽ 2 വർത്തമാനം പറഞ്ഞ് സന്തോഷങ്ങൾ പറയാൻ അതിന് അള്ളാഹു തആല എത്ര കൂലി തരുന്നത്? അങ്ങനെയാണ് തങ്ങൾ എന്നും തങ്ങൾ വന്ന് നല്ല സംസാരങ്ങൾ സംസാരിച്ച് ഞങ്ങളും തിരിച്ച് തങ്ങളോട് അങ്ങ് സംസാരിക്കും. അങ്ങനെ നല്ല സംസാരങ്ങളുമായിട്ട് ഇണചേരലിന്റെ തുടക്കം, ശാരീരിക സ്പർശനം. തങ്ങൾ ശരീരത്തിന് എന്തെല്ലാം സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഹലാലായ സുഖങ്ങൾ, ഞങ്ങൾക്കും ആ സുഖങ്ങൾക്ക് വേണ്ടി തങ്ങൾ എല്ലാ അവസരങ്ങളും ഒരുക്കിത്തരും. എല്ലാ സന്ദർഭങ്ങളും തങ്ങളിൽ നിന്നുണ്ടാകും. ഒരിക്കലും തങ്ങളുടെ താല്പര്യം മാത്രമാണ് തങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന് ഒരു സമ്പർക്കത്തിലും പറയാൻ കഴിയൂല. സഹോദരങ്ങളെ, സമ്പർക്കത്തിന്റെ ഭംഗിയാണ്, ശൈലിയാണത്. ഒരിക്കലും അനാവശ്യ വർത്തമാനം പറയരുത്. വലാ തഹ്ജുറ ഇല്ലാ ഫിൽ ബൈത്തി. ആണുങ്ങളോട് പറയുന്നു, എന്തെങ്കിലൊക്കെ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് മുറിയിൽ മാത്രം ഒതുങ്ങണം, കിടപ്പറയിൽ മാത്രം ഒതുങ്ങണം. ആ പിണക്കവും സൗന്ദര്യ പിണക്കവും ഇപ്പൊ നാട് നിങ്ങൾ അറിയാണ്. ചില വീടുകളില് ഭാര്യക്ക് ഒരടുപ്പ്, ഭർത്താവിനൊരടുപ്പ്. ഒരേ വീട്ടിൽ 2 അടുപ്പ്. ആ പിണക്കറിയാത്തൊരു ലോകത്താരെങ്കിലും ഉണ്ടാകും? ഭാര്യയും ഭർത്താവും പിണങ്ങി. എന്നാ പിന്നെ പിണങ്ങിയിട്ട് ഇയാള് ആ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം വല്ലതും കഴിക്കാത്തതുണ്ടോ? കഴിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന സ്വന്തം കുടുംബിനിയോട് പിണക്കൊക്കെ മാറ്റിയിട്ട് നല്ല റാഹത്തോടുകൂടെ ജീവിക്കാൻ കരുതിയാൽ അത് അങ്ങനെ തന്നെയൊക്കെ നടക്കുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയിക്കോട്ടെ. മസ്ലഹത്തിന് ആരെങ്കിലും വന്നാൽ സ്വീകരിക്കൂല. എന്തെങ്കിലൊക്കെ സൗന്ദര്യ പിണക്കുണ്ടെങ്കിൽ അതാ മുറിയിൽ ഒതുങ്ങണം. ഇപ്പുറത്തെ മുറിയിലേക്ക് അത് വരരുത്. മക്കളിലേക്ക് ആരിലേക്കും അത് വരരുത്. സുബ്ഹാനല്ലാഹ്, കുടുംബങ്ങളിലേക്കൊന്നും അത് അറിയരുത്. അറിയാത്ത രൂപത്തിൽ തന്നെ ആ പിണക്കങ്ങൾ മാറുകയും വേണം. അതിനാണ് സൗന്ദര്യ പിണക്കം എന്ന് പറയാം. ഉണ്ടായാല് അത്രേ പിണക്കുണ്ടാകാവും. അത് കുറച്ച് ഞങ്ങൾ എന്താ ഒന്നൊന്നും ഉണ്ടാത്തത്? അപ്പൊ എന്തോന്ന് സംഗതി ഉണ്ടായിക്കണല്ലോ, എന്താ ഒന്നും ഉണ്ടാത്തത്? ഒന്നുമല്ല, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായാലും എനിക്ക് ഉറപ്പ് അങ്ങളതിൽ എന്തോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുന്നു. അത് സംഗതി അങ്ങനെയല്ല, അത് ഇങ്ങനെ അങ്ങനെ എന്നാ പ്രശ്നമല്ല, കഴിഞ്ഞു. അത് അവിടെ കഴിഞ്ഞു. പിന്നെ അത് 1 മാസം 2 മാസം 1 കൊല്ലം 2 കൊല്ലം ഒന്നും ആകുന്നില്ല. ചിലര് ആലോചിച്ച് നോക്ക്, നിങ്ങള് വർഷങ്ങളോളം നീണ്ട പിണക്കങ്ങളാ. എന്നാ പിന്നെ കാര്യങ്ങളും ഉപകാരങ്ങളൊക്കെ അത് അതിന്റെ കൃത്യം പോലെ നടക്കുന്നുണ്ട്. വസ്ത്രങ്ങളൊക്കെ ആ വീട്ടിൽ തന്നെ മാറുന്നത്, അത് സ്വന്തം ഇണ തന്നെ അലക്കുന്നത്, ആ വീട്ടിൽ തന്നെ വിശ്രമിക്കുന്നത്, കിടന്നുറങ്ങുന്നത്, ആ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നത്, കാര്യങ്ങളൊക്കെ തന്നെ, അതിനൊന്നും കുറവില്ല. പക്ഷെ മിണ്ടൂല. അങ്ങനെ പിണക്കങ്ങൾ ഉണ്ടാവാൻ പാടില്ല. വലാ തഹ്ജുറ ഇല്ലാ ഫിൽ ബൈത്ത്. തങ്ങൾ പറഞ്ഞു, പിണക്കം വരികയാണെങ്കിൽ ആ പിണക്കം വീട്ടിന്റെ ഉള്ളിൽ, ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് വേറൊരു മുറിയിലേക്ക് അത് നീങ്ങാൻ പാടില്ല. ആ വീട് വിട്ട് വേറെ വീട്ടിലേക്ക് അത് പോകാൻ പാടില്ല. അത്രയും കറക്റ്റായ രീതിയിലാകണം. സഹോദരങ്ങളെ, സ്വഭാവത്തിന്റെ സൗന്ദര്യമാണ് ഈ പഠിപ്പിച്ചത്. ഇതാണ് ആണുങ്ങളോട് പറഞ്ഞത്, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. നല്ല രൂപത്തിൽ നിങ്ങൾ സ്ത്രീകളോട് വർത്തിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെരുമാറ്റത്തിന് തങ്ങൾ നൽകിയ മാർക്കറിയുമോ? ഇന്നാക്മലൽ മുഅ്മിനീന ഈമാനൻ. വിശ്വാസികളിൽ ഈമാൻ പൂർണ്ണമായ ആളുകൾ അഹ്സനുഹും ഖുലുഖാ. ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. വഅൽതഫുഹും ബിഅഹ്ലിഹി. കുടുംബത്തോട് ദയ കാണിക്കുന്നവരാണ്. സ്വന്തം കുടുംബത്തോട്, ഭാര്യ സന്താനങ്ങളോട് നല്ല ദയാവായ്പുള്ളവരാണ്. സഹോദരിമാരെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, അയ്യുൻ നിസാഇ ഖൈറുൻ,
രണ്ടു കൂട്ടരുടെയും പെരുമാറ്റം നന്നാകണമല്ലോ, അപ്പോഴാണ് മക്കള് സ്നേഹം പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളായ 4 പെൺകുട്ടികള്, അവരാണല്ലോ കൂടുതൽ കാലം തങ്ങൾക്ക് ജീവിക്കാൻ കൂടെയുണ്ടായത്. ആ 4 പെൺമക്കളിൽ നിന്ന് ലോകത്തുള്ള ആളുകൾ സ്നേഹം പഠിച്ചിട്ടുണ്ട്. ആ 4 മക്കൾക്കും എവിടുന്നാണ് സ്നേഹം അറിഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അവിടുത്തെ ഇണയായ ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നും. അവരിൽ നിന്നാണ് ഈ മക്കൾക്ക് സ്നേഹം കിട്ടിയത്.